കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്തായാലും റെസ്പോണ്ട് ചെയ്യാത്ത കേൾക്കാഞ്ഞിട്ടാണോ? ഓക്കെ ആണ് കേട്ടാ, സ്റ്റാർട്ട് ചെയ്തോളൂ. ആ, ഓക്കെ ഓക്കെ ഓക്കെ. സോ നമ്മള് സോഷ്യോളജിയുടെ PYQ ഡിസ്കഷൻ നടത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ നമുക്കിന്ന് അതിന്റെ ബാക്കിയാണ് നോക്കാം. നമ്മള് 2025 ഡിസംബറിൽ PYQ നോക്കാം കേട്ടോ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ക്രോണോളജിയാണ്. Chronologically arrange the following environmental movements in India. 4 മൂവ്മെന്റ്സ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 4 മൂവ്മെന്റ്സ് തന്നിട്ടുണ്ട്. ബിഷ്ണോയ് മൂവ്മെന്റ്, ചിപ്കോ മൂവ്മെന്റ്, ദി സൈലന്റ് വാലി മൂവ്മെന്റ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഓക്കെ, അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? എല്ലാരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ആക്റ്റീവ് ആവണം. BCD ഇതിൽ ഏതായിരിക്കും ഓപ്ഷൻ വരിക? കറക്റ്റ് ഓപ്ഷൻ പിന്നെ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. ഏതൊക്കെ ആയിരിക്കും? ഓപ്ഷൻ ബി പറയുന്നുണ്ട്. ദെൻ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്ത് നോക്കാം, ചിലപ്പോൾ നമ്മുടെ തെറ്റായിരിക്കാം അല്ലെ? നമ്മൾ പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓപ്ഷൻ ബി ആണ് അല്ലെ മിക്കവരും പറയുന്നത്. നമുക്ക് നോക്കാം ഏതാണ് വരുന്നത് നോക്കാം. കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി തന്നെയാണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. എന്താണ്? ദെൻ ചിപ്കോ മൂവ്മെന്റ്, ദെൻ സൈലന്റ് വാലി മൂവ്മെന്റ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ. ബിഷ്ണോയ് മൂവ്മെന്റ് നടന്നത് എന്താണ്? 1730 അല്ലെ? ഇതായിരുന്നു നമ്മുടെ എൻവയോൺമെന്റ് മൂവ്മെന്റ്സിലെ ഏറ്റവും പഴയ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇയർ ഏതാണ്? 1713 ആണ് വരുന്നത്. ഇത് നടന്നിട്ടുള്ളത് രാജസ്ഥാനിലെ കേജറിലി പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. ഓക്കെ, അവിടെ ബിഷ്ണോയ് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അവര് മരങ്ങള് സംരക്ഷിക്കുന്നതിനായിട്ട് നടത്തിയ ഒരു റെസിസ്റ്റൻസ് ആണ് ഈ ബിഷ്ണോയ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ അമൃത ദേവി ബിഷ്ണോയ് എന്ന് പറഞ്ഞ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പറഞ്ഞ ഒരുപാട് പേര് ഉൾപ്പെടെ ഒരുപാട് ബിഷ്ണോയ് ആളുകൾ, ആ ഒരു കമ്മ്യൂണിറ്റിപ്പെട്ട ഒരുപാട് ആളുകള് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? യെസ്, പ്രൊട്ടക്ഷൻ ഓഫ് കെജരി ട്രീസ് അല്ലെ? കെജരി ട്രീസ് വെട്ടുന്നതിന് എതിരെ, അതിനെ തടയാൻ വേണ്ടിയിട്ടായിരുന്നു മരങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് അവര് പ്രൊട്ടസ്റ്റ് നടത്തിയത്. സോ ബിഷ്ണോയ് മൂവ്മെന്റ് വരുന്നത് 1730 നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ചിപ്കോ മൂവ്മെന്റ് അല്ലെ? അത് അത്യാവശ്യം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? അതിന്റെ ഇയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഏതാണ്? 1973 ആണ്. ഉത്തരാഖണ്ഡിലാണ് ചിപ്കോ മൂവ്മെന്റ് വന്നിട്ടുള്ളത് അല്ലെ? ഇപ്പോഴത്തെ ഉത്തരാഖണ്ഡിലാണ് ചിപ്കോ മൂവ്മെന്റ് നടന്നിട്ടുള്ളത്. അവിടെ എന്തിനായിരുന്നു? പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ് ബൈ ഹഗ്ഗിങ് ട്രീസ് അല്ലെ? കുറച്ച് ഫേമസ് ആയ കാര്യങ്ങളാണ്. സ്ത്രീകള് മരങ്ങളെ കെട്ടിപ്പിടിച്ചിട്ടായിരുന്നു മരങ്ങൾ വെട്ടുന്നതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നത്. ഹഗ് കേട്ടിട്ടുണ്ടാവും അല്ലെ? എംബ്രേസ് അല്ലെങ്കിൽ ഹഗ് ചെയ്തിട്ടായിരുന്നു അവര് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് അവരുടെ
ഫോക്കസ് ചെയ്തത് ഫോറസ്റ്റ് കൺസർവേഷന്, അതുപോലെ ലോക്കൽ കമ്മ്യൂണിറ്റി റൈറ്റ്സ് അല്ലെ, അവരുടെ ട്രൈബൽസ് ഒക്കെ മെയിൻലി ഫോക്കസ് ചെയ്തിരുന്നത് അല്ലെ, ഡിപ്പെൻഡ് ചെയ്തിരുന്നത് എന്തിനായിരുന്നു, ഈ അവരുടെ ഫോറസ്റ്റ് ആയിരുന്നു. ചിപ്കോ ഫോറസ്റ്റിലായിരുന്നു. ദെൻ ആന്റി ഡിഫോറസ്റ്റേഷൻ മെയിൻലി ഇവിടെ വുമൻസിന്റെ പാർട്ടിസിപ്പേഷൻ ആയിരുന്നു ഭയങ്കരമായിട്ട് അറിയപ്പെട്ടിരുന്നത്. അവിടുത്തെ കുറച്ച് ഫേമസ് ആയിട്ട് കുറച്ച് ലീഡേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ ഏതൊക്കെയായിരുന്നു എന്നുള്ളത്? സുന്ദർലാൽ ബഹുഗുണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, അതുപോലെ ചാണ്ടി പ്രസാദ് ഭട്ട്, ഗൗരാദേവി, ഇവരൊക്കെ ആയിരുന്നു ചിപ്കോ മൂവ്മെന്റ് മെയിൻ ലീഡേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് വരുന്നത് സൈലന്റ് വാലി മൂവ്മെന്റ് ആണ്. സൈലന്റ് വാലി എവിടെയാണ് അല്ലെ, നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്, കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ്. ഈ ഒരു മൂവ്മെന്റ് നടന്നിട്ടുള്ളത് 1970s 1980s ആ കാലഘട്ടത്തിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അത് എന്തിനെതിരെയായിരുന്നു? സൈലന്റ് വാലിയിൽ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്, ഓക്കെ, അത് സ്ഥാപിക്കാനുള്ള ഒരു പദ്ധതി നടപ്പാക്കിയിരുന്നു. അപ്പൊ അതിനെതിരെയായിരുന്നു എൻവയോൺമെന്റലിസ്റ്റ്, അതുപോലെ സയന്റിസ്റ്റുകൾ, ആക്ടിവിറ്റീസ്റ്റുകൾ, റൈറ്റേഴ്സ് ഒക്കെ ഇവര് പ്രതിഷേധിച്ചിരുന്നത്. അപ്പോൾ സൈലന്റ് വാലിയിലെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് സംരക്ഷിക്കുക എന്നതായിരുന്നു ഇവരുടെയൊക്കെ പ്രധാന ലക്ഷ്യം. സോ ഈ ഒരു ഇയർ വരുന്നത് 1970s 1980s കാലഘട്ടത്തിലായിരുന്നു. നെക്സ്റ്റ് വരുന്നത് നർമ്മദ ബച്ചാവോ ആന്തോളനാണ്. അത് ഇയർ വരുന്നത് എന്താണ്? 1980s. ഓക്കെ, നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്തിനായിരുന്നു? അവിടെ വലിയ ഡാമിന്റെ പ്രൊജക്ട്സ് വരുന്നുണ്ടായിരുന്നു അല്ലെ, എസ്പെഷ്യലി സർദാർ സരോവർ പ്രൊജക്ട്. അപ്പൊ അത് മൂലമുണ്ടാവുന്ന അല്ലെ, ഈ ഒരു ഡാം വന്നാൽ അവിടെ എന്തൊക്കെ ഉണ്ടാവും, സോഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ ഉയർന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ. എസ്പെഷ്യലി അവിടെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, ഒരുപാട് ആളുകളെ ഇവിടുന്ന് ഒഴിക്കാൻ തീരുമാനിച്ചിരുന്നു. ദെൻ റീഹാബിലിറ്റേഷൻ വേണം, അവരുടെ ആവശ്യങ്ങൾ അതൊക്കെയായിരുന്നു. അതുപോലെ ലോസ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് അഗ്രികൾച്ചർ ലാൻഡ്, ദെൻ ട്രൈബൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോക്കൽ പീപ്പിളിന്റെ റൈറ്റ്സ്, എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷൻ അല്ലെ, ഇതൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് അവരുടെ ഡിമാൻഡ്സും. ഇതിനെതിരെയായിരുന്നു അവര് മൂവ്മെന്റ്സ് നടത്തിയിരുന്നത്. ഇവിടെ പ്രധാന ലീഡേഴ്സ് നേതാക്കൾ ഒരാളായിരുന്നു മേധാ പട്കർ. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമുക്ക് ഏത് ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ ഓപ്ഷൻസ്, തെറ്റായ ഓപ്ഷൻസുകളും നോക്കുന്നത് നന്നായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കാം. ഇൻ ദി വർക്ക് പ്രിമിറ്റീവ് ക്ലാസിഫിക്കേഷൻ 1903, Emily Durkheim and Dash consider culture only becomes possible once humans are able to distinguish between things and classify them. എന്തേ ഇത് സ്ക്രീൻ ഷെയറിങ് പോയോ? കാണുന്നില്ലല്ലേ? ഓക്കെ ഓക്കെ. പെട്ടെന്ന് എന്റെ സൂം ഒന്ന് സ്റ്റക്ക് ആയി പോയി. ആ പോക്കെയാണ്. ഓക്കെ ആണല്ലേ? പോക്കായിരുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്റ്റക്ക് ആയി പോയി. ഞാൻ എന്താണ് വിചാരിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി വർക്ക് പ്രിമിറ്റീവ് ക്ലാസിഫിക്കേഷൻ 1903, Emily Durkheim and Dash consider culture only becomes possible once humans are able to distinguish between things and classify them. Options തന്നിട്ടുണ്ട്. മാർസൽ മോസ്, ഗെറൽ ഹാൻഡൽ, ഡൊമിനിക് ശ്രീനദി, ക്രിസ്റ്റഫർ ജെനക്സൺ. ഓക്കെ, അപ്പൊ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക?
ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നുണ്ടാവുക? ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നുണ്ടാവുക? ജസ്റ്റ് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് കേട്ടോ. ഓക്കെ, ആരും ആക്റ്റീവ് അല്ലല്ലോ. നമുക്ക് ആൻസർ നോക്കാം അല്ലെ. കറക്റ്റ് ആൻസർ വരുന്നത് മാർസൽ മോസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് പ്രിമിറ്റീവ് ക്ലാസിഫിക്കേഷൻ? അത് എഴുതിയിട്ടുള്ളത് എമിലി ഡർക്കീമും മാർസൽ മോസും ആണ്. 1903 എഴുതിയിട്ടുള്ളത്. ഇവരുടെ രണ്ടുപേരും പ്രധാനപ്പെട്ട വർക്കുകളിൽ ഒന്നാണ് പ്രിമിറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ അവരുടെ മെയിൻ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് മനുഷ്യര് ലോകത്തെ വെറുതെ കാണുന്നില്ല എന്നുള്ളതാണ്. അവർ അതിനെന്ത് ചെയ്യുന്നുണ്ട്? കാറ്റഗറൈസ് ചെയ്തിട്ട്, ക്ലാസിഫൈ ചെയ്തിട്ടാണ് കാണുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഗുഡ്, ബാഡ്, അല്ലെങ്കിൽ നാച്ചുറൽ, സോഷ്യൽ, ഡേ, നൈറ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടാണ് അവർ എന്തിനെ കാണുന്നത്? ലോകത്തെ കാണുന്നത് അല്ലെ. ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ട്, ക്ലാസിഫൈ ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിട്ട് ഇത്തരം ക്ലാസിഫിക്കേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യർക്ക് ലോകത്തിന് ഒരു ഓർഡർ അല്ലെങ്കിൽ മീനിങ് നൽകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഡർക്കീമും അതുപോലെ മോസും പറയുന്നത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്യുവർലി ഇൻഡിവിജ്വൽ മെന്റൽ ആക്ടിവിറ്റി മാത്രമല്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സോഷ്യൽ സ്ട്രക്ചർ വരുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അഥവാ ഒരു സമൂഹം എങ്ങനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതും അതുപോലെ ആളുകൾ ലോകത്തെ എങ്ങനെ കാറ്റഗറൈസ് ആയിട്ട് കാണുന്നു എന്നുള്ളതായിട്ട് ബന്ധമുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇതിൽ അതിലുള്ള മറ്റുള്ള ഓപ്ഷൻസ് ആണ് ഗേറൽ ഹാൻഡൽ അല്ലെ. അദ്ദേഹം പ്രിമിറ്റീവ് ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരാളല്ല. ഡൊമിനിക് ശ്രീനദി, അദ്ദേഹം മെയിൻ ആയിട്ട് അറിയപ്പെട്ടിരുന്നത് എന്താണ്? പോപ്പുലർ കൾച്ചർ, ദെൻ കൾച്ചറൽ തിയറി, ഇവയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. ദെൻ ക്രിസ്റ്റഫർ ജെൻസ്, അദ്ദേഹം മെയിൻ ആയിട്ട് അറിയപ്പെട്ടിരുന്നത് എഡ്യൂക്കേഷന്, ഇൻഇക്വാളിറ്റി, അതുപോലെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. According to Durkheim, if crime is inevitable, what is the function of punishment? ഏതായിരിക്കും ഇതിൽ ആൻസർ വരുന്നുണ്ടാവുക? അല്ലെ ആൻസർ തെറ്റാലൊന്ന് ഓപ്ഷൻസ് പറയാം കേട്ടോ. ഗസ് ചെയ്ത് നോക്കാം. According to Durkheim, if crime is inevitable, what is the function of punishment? To break the law, to remove crime in society, to create a society of saints, to maintain the collective sentiments. ഏതായിരിക്കും ആൻസർ ഉണ്ടാവുക? ഓക്കെ, നമുക്ക് ആൻസേഴ്സ് നോക്കാം. കറക്റ്റ് ആൻസർ വരുന്നത് ടു മെയിൻറ്റെയിൻ ദി കളക്റ്റീവ് സെന്റിമെന്റ്സ് ആണ്. ഓക്കെ, അക്കോർഡിംഗ് ടു എമിലി ഡർക്കീം, crime is a normal and inevitable part of society. എമിലി ഡർക്കീമിനെ സംബന്ധിച്ചിട്ട് ക്രൈം പറഞ്ഞത് എന്താണ്? നമ്മുടെ ഒരു അനിവാര്യമായ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സൊസൈറ്റിയില്. അപ്പോ ഒരു സമൂഹത്തിലും എല്ലാവരും ഒരേ രീതിയിൽ ബിഹേവ് ചെയ്യണമെന്നില്ല അല്ലെ. ദളിത് വിഭാഗത്തിൽ എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല ബിഹേവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അവിടെ ചില ഡീവിയൻസ് അല്ലെ, അതുപോലെ കുറച്ച് ക്രൈംസ് ഒക്കെ ഉണ്ടാവും. അതെന്താണ്? അൺഅവോയ്ഡബിൾ ആണ്. അതൊരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാന് പറ്റില്ല എന്നാണ് എമിലി ഡർക്കീം പറയുന്നത്. അപ്പോ ക്രൈം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാന് എന്ത് ചെയ്യാ? പണിഷ്മെന്റിന് കഴിയില്ല അല്ലെ. ഒരു പണിഷ്മെന്റ് കൊടുത്തു എന്ന് കേട്ടിട്ട് ക്രൈം നമുക്ക് മുഴുവനായിട്ട് ഇല്ലാതാക്കാൻ പറ്റുമോ? ഇല്ല. Instead, punishment reinforces society's collective sentiments, reaffirms shared values and moral beliefs, strengthens social solidarity, so shows society that certain behaviors violates its shared norms. Okay.
അപ്പൊ അവിടെ എന്തുണ്ടാക്കാം, നമുക്ക് സൊസൈറ്റിയിൽ കളക്റ്റീവായിട്ട് സെന്റിമെന്റ്സ് ഉണ്ടാക്കുക, അതുപോലെ വാല്യൂസ് മോറൽ ബിലീഫ്സ് ഒക്കെ റീഅഫേം ചെയ്യുക അല്ലെ. അതുപോലെ നമ്മുടെ സോഷ്യൽ സോളിഡാരിറ്റി ഒക്കെ ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യുക അല്ലെ, ഒരു ഒരുമയൊക്കെ കൊണ്ടുവന്നിട്ട് ഒക്കെ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് പണിഷ്മെന്റിന് പകരമായിട്ട്. അപ്പൊ ഇതിലൂടെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ ക്രൈമിനെ കുറക്കാൻ പറ്റും. then why other options are in kind to break the law അല്ലെ. പണിഷ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇസ് എ റെസ്പോൺസ് ടു ലോ ബ്രേക്ക് എന്നുള്ളതാണ്. ഓക്കെ, നോട്ട് ആൻ അറ്റംപ്റ്റ് ടു ബ്രേക്ക് ദി ലോ ഇറ്റ് സെൽഫ്. അതൊരിക്കലും പണിഷ്മെന്റ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു ലോ ബ്രേക്കും ചെയ്യാനുള്ളതല്ല. ടു റിമൂവ് ക്രൈം ഇൻ സൊസൈറ്റി, ക്രൈം എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക എന്നുള്ളത് ഡർക്കീമിന്റെ ഒരു ആർഗ്യുമെന്റ് അല്ല കേട്ടോ. ദെൻ ടു ക്രിയേറ്റ് എ സൊസൈറ്റി ഓഫ് സയൻസ്, ഒരു പെർഫെക്റ്റ് ആയ കംപ്ലീറ്റ്ലി ക്രൈം ഫ്രീ സൊസൈറ്റി എന്നുള്ള ഒരു ആശയം എന്ത് ചെയ്യുന്നില്ല, ഡർക്കീം മുന്നോട്ട് വെക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Given below are two statements. One is labeled as assertion and the other is labeled as reason. Assertion എന്താ നോക്കാം. Peter Block wants to emphasize that it is self-interest rather than a moral law that is the necessary condition of exchange. Reason പറയുന്നത് Peter Block prefers to limit the term. ഇത് 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Social exchange to voluntary interactions, excluding theory actions resulting from the demands of consents. അപ്പൊ ഇതിൽ ഈ ഒരു അസെഷൻ റീസൺ നോക്കിയിട്ട് ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരുന്നുണ്ടാവുക? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക? ഡി ആണോ ആൻസർ വരുന്നത്? എല്ലാരും ഒന്ന് ഇന്ററാക്ട് ചെയ്യട്ടോ. ഓപ്ഷൻസ് കറക്റ്റ് ആൻസർ കണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. എ ആണ് കേട്ടോ. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ അസേർഷൻ പറയുന്നത്? ബ്ലോന്റെ സോഷ്യൽ എക്സ്ചേഞ്ച് തിയറിയില് എന്താണ്, സെൽഫ് ഇൻട്രസ്റ്റിന് വളരെ പ്രധാനമാണ് അല്ലെ. ബ്ലോന്റെ സോഷ്യൽ എക്സ്ചേഞ്ച് തിയറിയില് സെൽഫ് ഇൻട്രസ്റ്റിന് ഭയങ്കര പ്രധാനമായിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ സോഷ്യൽ എക്സ്ചേഞ്ച് എന്നുള്ളത് ആളുകൾ തമ്മിലുള്ള ഒരു വോളണ്ടറി ഇന്ററാക്ഷൻ ആണ്. അവിടെ എന്തുണ്ട്, ഒരാൾക്ക് മറ്റൊരാളിൽ നിന്ന് കുറച്ച് റിവാർഡ്സോ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്, സോഷ്യൽ എക്സ്ചേഞ്ചിന്റെ ഒരു വോളണ്ടറി ഇന്ററാക്ഷൻ ആണ് ആളുകൾ തമ്മിൽ നടക്കുന്നുണ്ടാവുക. റീസൺ എന്താണ് ഇവിടെ പറയുന്നത്? ബ്ലോയുടെ സോഷ്യൽ എക്സ്ചേഞ്ച് എന്ന ടേം വോളണ്ടറി ഇന്ററാക്ഷൻസിന് മാത്രമായിട്ടാണ് ഉപയോഗിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ പ്യൂർലി ഒരു കോൺസെൻസ് അല്ലെങ്കിൽ മോറൽ ഒബ്ലിഗേഷൻ കൊണ്ടുള്ള ഒരു ആക്ഷൻ സോഷ്യൽ എക്സ്ചേഞ്ച് ആയിട്ട് കാണുന്നില്ല. ഇവിടെ എക്സ്ചേഞ്ച് ഈസ് ബേസ്ഡ് ഓൺ സെൽഫ് ഇൻട്രസ്റ്റഡ് റെസിപ്രോസിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. According to Emily Durkheim, an increase in which of the following would lead to the growth of division of labor in society? Material density, moral density, volume, consumerism. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ആൻസർ നോക്കാം. കറക്റ്റ് ആൻസർ വരുന്നത് പി ആണ് കേട്ടോ. വോളിയം, മെറ്റീരിയൽ ഡെൻസിറ്റി, മോറൽ ഡെൻസിറ്റി ആണ്. നോക്കാം. According to Durkheim, the growth of the division of labor is associated with the growth of society. അല്ലെ, ഒരു സൊസൈറ്റി ഗ്രോ ചെയ്യുന്നതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് എന്ത് നടക്കുന്നത്, ഡിവിഷൻ ഓഫ് ലേബറിന്റെ അല്ലെ ഗ്രോത്തും നടക്കുന്നത്. ഫസ്റ്റ് ആണ് പറയുന്നത് വോളിയം ആണ്.
അതെന്താണ് വോളിയം എന്നുള്ളത് എന്താണ് സൊസൈറ്റിയിലെ ആളുകളുടെ ഒരു എണ്ണം അല്ലെങ്കിൽ സൈസ് ഓഫ് ദി പോപ്പുലേഷൻ ആണ് വരുന്നത്. അപ്പൊ അവിടെ എന്താണ് പോപ്പുലേഷൻ കൂടുമ്പോൾ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും സോഷ്യൽ ഇന്ററാക്ഷനിലേക്ക് പ്രവേശിക്കും അല്ലെ. അവിടെ ഒരുപാട് സോഷ്യൽ ഇന്ററാക്ഷൻ നടക്കും. ലൈക് മെറ്റീരിയൽ ഡെൻസിറ്റി ആണ് അവിടെ ഇൻക്രീസ് ഇൻ ദി ഫിസിക്കൽ കോൺസെൻട്രേഷൻ ആൻഡ് ഇന്ററാക്ഷൻ ഓഫ് പീപ്പിൾ അല്ലെ. അവിടെ ജനങ്ങള് ആളുകൾ എന്ത് ചെയ്യും ഫിസിക്കലായിട്ട് കൂടുതൽ അടുത്ത് താമസിക്കുകയും ചെയ്യും. അതുപോലെ അവിടെ എന്തുണ്ടാവും ഇന്ററാക്ഷൻ ചെയ്യുമ്പോൾ അവിടെ ഒരു മെറ്റീരിയൽ ഡെൻസിറ്റിയാണ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് മോറൽ ഡെൻസിറ്റി ഇൻക്രീസ് ഇൻ ദി ഫ്രീക്വൻസി ആൻഡ് ഇന്റൻസിറ്റി ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ. ആളുകൾ തമ്മിലുള്ള ഒരു ഫ്രീക്വൻസി അതുപോലെ ഇന്റൻസിറ്റി സോഷ്യൽ ഇന്ററാക്ഷൻ നടക്കുമ്പോഴുള്ള കൂടുതൽ അടുപ്പമാണ് അവിടെ മോറൽ ഡെൻസിറ്റി ആയിട്ട് കാണുന്നത്. അപ്പൊ എന്താ അവിടെ പറയാ പോപ്പുലേഷൻ കൂടും അല്ലെ. അപ്പൊ അവിടെ എന്ത് ചെയ്യും കോമ്പറ്റീഷനും ഇന്ററാക്ഷനും ഒക്കെ കൂടുന്നുണ്ട്. ദെൻ കോമ്പറ്റീഷനും ഇന്ററാക്ഷനും കൂടുമ്പോൾ എന്ത് ചെയ്യും ആളുകൾ സ്പെഷ്യലൈസ് ചെയ്യാണ് അല്ലെ. അപ്പൊ അവിടെ ഡിവിഷൻ ഓഫ് ലേബറും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കൺസ്യൂമറിസം ആണ് അല്ലെ. കൺസ്യൂമറിസം എന്ന് പറയുന്നത് ഡർക്കീമിന്റെ ഒരു സ്പെസിഫിക് എക്സ്പ്ലനേഷൻ പെട്ട ഒരു ഫാക്ടർ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Who wrote the book The Death of Class 1996? Okay. Death of the Class ഉള്ള ബുക്ക് എഴുതിയിട്ടുള്ളത് ആരാണ്? ഡേവിഡ് ലീ ആൻഡ് ബ്രാഡ് ടേർണർ, L.E. Cohen and M. Felson, Jan Kopinski and Malcolm Waters, J. Clark and P. Willis. ഇതിലേതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരിക? ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നുണ്ടാവുക? ആൻസർ നമുക്ക് നോക്കാം അല്ലെ. ഓക്കെ, കറക്റ്റ് ആൻസർ വരുന്നത് ജെസ് അപ്പിൾസ്കി ആൻഡ് മാൽക്കോം വാട്ടേഴ്സ് ആണ് കേട്ടോ. അപ്പോ ദി ഡെത്ത് ഓഫ് ക്ലാസ് റിട്ടേൺ ചെയ്തിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് ഇവർ രണ്ടുപേരുമാണ്. അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1996 ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വർക്ക് പ്രധാനമായിട്ടും എന്താ ചെയ്യുന്നത് ഫോക്കസ് ചെയ്തത് ട്രഡീഷണൽ ആയിട്ടുള്ള സോഷ്യൽ ക്ലാസിന്റെ ഒരു ചേഞ്ചിങ് സിഗ്നിഫിക്കൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിബേറ്റ് സംവാദമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അതുപോലെ അഡ്വാൻസ്ഡ് ആയ അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിൽ എന്തുണ്ടാവും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ഡിവിഷൻസിന്റെ ഇമ്പോർട്ടൻസ് കുറയുന്നുണ്ട് അല്ലെ. നമ്മള് സൊസൈറ്റി മോഡേൺ തോറും എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ആ ഒരു ട്രഡീഷണൽ ക്ലാസിന്റെ ഒരു ഡിവിഷൻസിന് പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവര് അറിയിച്ചിരുന്നത് ഈ ബുക്കിലൂടെ. ദെൻ അതില് വേറെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഡേവിഡ് ലീ ആൻഡ് ബ്രയാൻ ടേർണർ അല്ലെ. ഇവരൊന്നും ദി ഡെത്ത് ഓഫ് ക്ലാസിന്റെ ഒരു ഓതേഴ്സ് അല്ല. ഓക്കെ, അത് അവരറിയപ്പെടുന്നത് ഏതാണ് സോഷ്യൽ തിയറി അതുപോലെ മോഡേണിറ്റി ആൻഡ് സോഷ്യോളജി ഓഫ് റിലീജിയൻ ഈ ഒരു ബുക്സ് ആണ് അവർ എഴുതിയിട്ടുള്ളത്. ദെൻ L.E. Cohen ആൻഡ് M. Felson. ഓക്കെ, ഇവര് അസോസിയേറ്റ് ചെയ്തത് ഏതാണ് റൂട്ടീൻ ആക്ടിവിറ്റി തിയറിയിലാണ് കേട്ടോ ഇവര് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ ജെ ക്ലർക്ക് ആൻഡ് പി വില്ലിയസ് ഇവരൊരു ബ്രിട്ടീഷ് കൾച്ചറൽ സ്റ്റഡീസ് ആണ്. അതുപോലെ എഡ്യൂക്കേഷന് യൂത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസിലാണ് റിസർച്ചിലാണ് ഇവര് മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഹു among the following discuss the term qualitative comparative analysis? Charles Rangin, Max Weber, A.R. Nisbet, F.W. Taylor. ഇതിലേതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരിക? ആൻസേഴ്സ് തെറ്റിലൊന്ന് ഗസ് ചെയ്യാം കേട്ടോ. നമുക്കറിയില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കണ്ടേ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ഉണ്ടാവുക? ഓപ്ഷൻ എ ആണോ?
ഓക്കെ, നമുക്ക് നോക്കാം ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്. യെസ്, ഓപ്ഷൻ എ ആണ് അല്ലെ. ചാൾസ് എർജിൻ ആണ് ഈ ഒരു ക്വാളിറ്റേറ്റീവ് കമ്പാരിറ്റീവ് അനാലിസിസ് ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് ആണ് അല്ലെ, ദി കമ്പാരിറ്റീവ് മെത്തേഡ് മൂവിംഗ് ബിയോണ്ട് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് സ്ട്രാറ്റജീസ് 1987 ഒരു വർക്ക് ആണ് കേട്ടോ. അപ്പോ ഈ ക്വാണ്ടിറ്റേറ്റീവ് കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്, അത് എന്താണ് ചെയ്യുന്നുണ്ടാവുക, അതൊരു കമ്പൈൻ it combines elements of qualitative and quantitative approaches അല്ലെ. ക്വാണ്ടിറ്റേറ്റീവിന്റെയും ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചസ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരുമിച്ചിട്ട് ചെയ്യുന്നുണ്ട്. ടു ഐഡന്റിഫൈ പാറ്റേൺസ് ഓഫ് കണ്ടീഷൻസ് ദാറ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് പെർട്ടിക്കുലർ ഔട്ട്കംസ്. ഒരു ക്വാണ്ടിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചസ് എലമെന്റ്സിനൊക്കെ കമ്പൈൻ ചെയ്തിട്ട് പലതരത്തിലുള്ള ഡിഫറെന്റ് കേസസ് കമ്പയർ ചെയ്ത് പഠിക്കാനാണ് ഇവര് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഔട്ട്കം ഉണ്ടാവാൻ, ഒരു റിസൾട്ട് ഉണ്ടാവാൻ എന്താണ്, ഒരൊറ്റ ഫാക്ടർ മാത്രം ആവശ്യമാണെന്നില്ല അല്ലെ. അവിടെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് കണ്ടീഷൻസ് ആണ് ഒരു ഔട്ട്കമിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നത്. മാക്സ് വെബർ മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത് എവിടെയാണ് നമുക്കറിയാം അല്ലെ. വേഴ്സിറ്റൈൽ, ഐഡിയൽ ടൈപ്സ്, സോഷ്യൽ ആക്ഷൻ, അതുപോലെ കമ്പാരിറ്റീവ് ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി ആണ് മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ A.R. നിസ്ബത്ത് ആണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ഏതൊക്കെയാണ്, കമ്മ്യൂണിറ്റി, സോഷ്യൽ ചേഞ്ച്, സോഷ്യോളജിക്കൽ തിയറി ഒക്കെയാണ് മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ W. ടൈലർ, ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ, അദ്ദേഹം അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് സയന്റിഫിക് മാനേജ്മെന്റ് ആണ്, ടൈലറിസം എന്നും അറിയപ്പെടാറുണ്ട്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് വർക്ക് പ്ലേസ് എഫിഷ്യൻസി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ആക്ട്സ് റിലേറ്റഡ് ടു ഫാമിലി ആൻഡ് മാരേജ് ഇൻ ദി ക്രോണോളജിക്കൽ ഓർഡർ. ദി ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻ ആക്ട്, പാഴ്സി മാരേജ് ആൻഡ് ഡിവോഴ്സ് ആക്ട്, ഹിന്ദു മാരേജ് ആക്ട്, സ്പെഷ്യൽ മാരേജ് ആക്ട്. ഇതിന്റെ ഒരു ക്രോണോളജി ഓർഡർ അതിന്റെ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യാൻ പറയാൻ പറ്റുക, ഒന്ന് ഗസ് ചെയ്ത് നോക്കാം കേട്ടോ. ആക്ട്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ഇയേഴ്സും. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ എ. ദെൻ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ ഡി പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ ഏതായിരിക്കും കറക്റ്റ് എന്നുള്ളത്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ വരുന്നത്. അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത് പാഴ്സി മാരേജ് ആൻഡ് ഡിവോഴ്സ് ആക്ട് ആണ്, ഇയർ 1936. ദെൻ സ്പെഷ്യൽ മാരേജ് ആക്ട് ഇയർ വരുന്നത് 1954. Then Hindu Marriage Act 1955, Hindu Minority and Guardianship Act 1956. Okay, അപ്പൊ ഫസ്റ്റ് വരുന്നത് പാഴ്സി മാരേജ് ആക്ട് ആണ്, ദെൻ സ്പെഷ്യൽ മാരേജ് ആക്ട്, ദെൻ ഹിന്ദു മാരേജ് ആക്ട്, ദെൻ ഹിന്ദു മൈനോറിറ്റി ഗാർഡിയൻഷിപ്പ് ആക്ട് ആണ്. ഓക്കെ, 1936, ദെൻ 54, 55, 56 ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പാഴ്സി മാരേജ് ആക്ട്, ഡിവോഴ്സ് ആക്ട് എന്ന് പറയുന്നത് എന്താണ്, പാഴ്സി കമ്മ്യൂണിറ്റിയുടെ മാരേജും അതുപോലെ അവരുടെ ഡിവോഴ്സും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നിയമമാണ്. ദെൻ സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ടാവില്ലേ, അപ്പൊ അവരുടെ റിലീജിയസ് ആയിട്ട് കൺവേർഷൻ ഇല്ലാതെ സിവിൽ മാരേജ് നടത്താനും അതുപോലെ നിയമപരമായിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് വഴി ചെയ്യുന്നത്. ദെൻ ഹിന്ദു മാരേജ് ആക്ട് നമുക്കറിയാം അല്ലെ, ഹിന്ദു മാരേജിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിയമമാണ് 1955 ഇറക്കിയിട്ടുള്ള ഹിന്ദു മാരേജ് ആക്ട്. ദെൻ ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് ആണ്, അത് ഹിന്ദുസിലെ മൈനോറിറ്റി മൈനേഴ്സിന്റെ ഗാർഡിയൻഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആക്ട് ആണ്. ഫസ്റ്റ് വൺ പാഴ്സി മാരേജ്, സ്പെഷ്യൽ മാരേജ്, ഹിന്ദു മാരേജ് ആൻഡ് ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
As applicable to human social world, what does contain positives of yield? A significant adherence to the non-embraced model, to the study of social life, a law of successive stages through which each branch of knowledge must pass, and inappropriateness of natural scientific methods in the human or social sciences, a superficial knowledge that would form the basis of conscience in social networking. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നുണ്ടാവുക? ഏതായിരിക്കും? സ്റ്റേ കോമ്പറ്റിയുടെ പോസിറ്റീവ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? നോക്കാം. കറക്റ്റ് ആൻസർ വരുന്നത് എ ലോ ഓഫ് സക്സസീവ് സ്റ്റേജസ് ത്രൂ വിച്ച് ഈച്ച് ബ്രാഞ്ച് ഓഫ് നോളജ് മസ്റ്റ് പാസ്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് സ്റ്റേ കോമ്പറ്റേക്ക് അല്ലെ ഒരു 3 സ്റ്റേജസ് ഉണ്ട്. ലോ ഓഫ് 3 സ്റ്റേജസ് ഉണ്ട്. ഏതൊക്കെയാണ്? യെസ്, തിയോളജിക്കൽ സ്റ്റേജ്, മെറ്റാഫിസിക്കൽ സ്റ്റേജ് ആൻഡ് പോസിറ്റീവ് സ്റ്റേജ് അല്ലെ. എന്താണ് തിയോളജിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്? യെസ്, phenomena that explain through supernatural or religious forces അല്ലെ. സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഫോഴ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ദെൻ മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് ഏതിലൂടെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അബ്സ്ട്രാക്ട് ഫിലോസഫിക്കൽ ഐഡിയാസ് അല്ലെ. ഒരു അമൂർത്തമായ ഫിലോസഫിക്കൽ കോൺസെപ്റ്റിലേക്കാണ് അത് മാറുന്നത്. ദെൻ പോസിറ്റീവ് സ്റ്റേജ് അല്ലെ. പോസിറ്റീവ് സ്റ്റേജ് വരുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ് മെയിൻലി ബേസ് ചെയ്യുന്നത്? ഒബ്സർവേഷന്, ദെൻ എംപിരിക്കൽ എവിഡൻസ്, സയന്റിഫിക് റിസർച്ച് ഒക്കെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ കോംറ്റെ ബിലീവ് ചെയ്തത് സൊസൈറ്റിയെ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്, സയന്റിഫിക്കലി പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് അല്ലെ. അതുകൊണ്ടാണ് കോംറ്റെ സോഷ്യോളജിയെ സയന്റിഫിക് ഡിസിപ്ലിൻ ആയിട്ട് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 ഡൈനാമിക് ഡെൻസിറ്റി, ഫാൾസ് കോൺഷ്യസ്നെസ്, സബ്സ്റ്റൻറ്റീവ് റാഷണാലിറ്റി, സോഷ്യേഷൻ. അതിന്റെ തിങ്കേഴ്സ് ആരൊക്കെ നോക്കാം? മാക്സ് വെബർ, ജോർജ് സിമ്മൽ, എമിലി ഡർക്കീം, കാൾ മാർക്സ്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നുണ്ടാവുക? ഓപ്ഷൻ എ ആണല്ലേ എല്ലാവരും പറയുന്നത്. നമുക്ക് അത്യാവശ്യം അറിയുന്ന ഒരു ഏരിയ ആണല്ലേ. കറക്റ്റ് ആൻസർ പറയുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ. ഫസ്റ്റ് വൺ ഡൈനാമിക് ഡെൻസിറ്റി. ഏതാണ് കോൺസെപ്റ്റ് ആണ്? എമിലി ഡർക്യൂമിന്റെ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഡർക്യൂമിന്റെ അഭിപ്രായത്തില് ഡിവിഷൻ ഓഫ് ലേബർ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ്? പോപ്പുലേഷൻ. ഡൈനാമിക് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, അതുപോലെ സോഷ്യൽ ഇന്ററാക്ഷൻ ചെയ്യുന്നുണ്ട്. അത് എന്ത് കൊണ്ടുവരുന്നുണ്ട്? ഡിവിഷൻ ഓഫ് ലേബർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. നെക്സ്റ്റ് ഫാൾസ് കോൺഷ്യസ്നെസ് ആണ്. കാൾ മാർക്സ് ആണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഫാൾസ് കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ ഒരു സിറ്റുവേഷൻ ആണ്. അവിടെ എന്തുണ്ട്? മെമ്പേഴ്സ് ഓഫ് എ ക്ലാസ് ഫെയിൽ ടു റെക്കഗ്നൈസ് ദെയർ ട്രൂ ക്ലാസ് ഇൻട്രസ്റ്റ്സ്. ഓക്കെ, അപ്പൊ ആ ഒരു ക്യാപിറ്റൽ സൊസൈറ്റിയില് എന്ത് ചെയ്യും? എക്സ്പ്ലോയിറ്റ് ആയ അല്ലെങ്കിൽ ഒപ്രസ്ഡ് ആയ ആളുകള് സ്വന്തം റിയൽ ക്ലാസ് അല്ലെ, അവരുടെ സ്വന്തം ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് തിരിച്ചറിയാതെ എന്ത് ചെയ്യും? ഡൊമിനന്റ് ഐഡിയാസ് അല്ലെ, മേലെയുള്ള ഡൊമിനൻസിന്റെ ഐഡിയാസ് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഫാൾസ് കോൺഷ്യസ്നെസ് വരുന്നത്. നെക്സ്റ്റ് സബ്സ്റ്റൻറ്റീവ് റാഷണാലിറ്റി ആണ്. മാക്സ് വെബർ ആണ്. സബ്സ്റ്റൻറ്റീവ് റാഷണാലിറ്റി ആക്ഷനിലെ പ്യൂർലി എന്താണ്? എഫിഷ്യൻസിയുടെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമല്ല അല്ലെ. ദെൻ അവിടെ എന്തൊക്കെയുണ്ട്? വാല്യൂസ്, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്, സബ്സ്റ്റൻറ്റീവ് ഗോൾസ്. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു അടിസ്ഥാനത്തിലാണ് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു സോഷ്യേഷൻ ആണ്. ജോർജ് സിമ്മൽ ആണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ വഴി എന്തുണ്ടാവും? സോഷ്യൽ റിലേഷൻഷിപ്സ്, അതുപോലെ
അസോസിയേഷൻസ് ഒക്കെ രൂപപ്പെടുന്ന ഒരു പ്രോസസ്സിനെയാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇന്ററാക്ഷൻ ഉണ്ടാവും, അവിടെ ഒരു അസോസിയേഷൻ ഉണ്ടാവും, അത് എന്ത് ചെയ്യും, അസോസിയേഷനിലേക്ക് എത്തിക്കും. ഓക്കെ, നമ്മൾ ടോട്ടല് 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. PPT ഷെയർ ചെയ്യണ്ട കേട്ടോ, നോട്ട്സ് ഉണ്ടെങ്കിൽ. എല്ലാരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഫസ്റ്റ് 4 ക്വസ്റ്റ്യൻസ് കാണിക്കാം. ഞാൻ PPT ഷെയർ ചെയ്യാൻ പറയാം കേട്ടോ മാമിനോട്. ഫസ്റ്റ് വൺ ഒരു ക്രോണോളജി ഓർഡർ ആയിരുന്നു. അതിന്റെ ആൻസർ വരുന്നത് ഇതാണ് കേട്ടോ. ബിഷ്ണോയ് മൂവ്മെന്റ്, ചിപ്കോ മൂവ്മെന്റ്, സൈലന്റ് വാലി മൂവ്മെന്റ്, നർമ്മദ ബച്ചാവ് ആന്തോളൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രിമിറ്റീവ് ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടായിരുന്നു. ആൻസർ എന്റെ മാർസൽ മോസ് ആണ്. ദെൻ കിമ്മിന്റെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട്, പണിഷ്മെന്റ് ക്രൈം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടായിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, 24th ക്വസ്റ്റ്യൻ ഒരു അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, സോഷ്യൽ എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ട്. ഞാൻ PPT മാമിന് ഷെയർ ചെയ്യാം കേട്ടോ, മാം ഷെയർ ചെയ്ത് തരുവേ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം ഗ്രൂപ്പിൽ. അതുപോലെ ഗ്രൂപ്പിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇടുന്നത് എല്ലാവരും ഒന്ന് ഇന്ററാക്ട് ചെയ്യാം കേട്ടോ. പോൾസ് ഇടുമ്പോ ഗ്രൂപ്പിൽ ഇട്ടിരുന്നുണ്ടോ കേട്ടോ, മാമിനോട് ഞാൻ പറയാം കേട്ടോ. ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആപ്പിലായിരിക്കും ചിലപ്പോ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം. ഞാൻ മാമിനോട് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ. താങ്ക് യു.